മറ്റ് വാർത്തകളിലേക്ക്. കരുവന്നൂർ കേസിൽ ഹാജരാകാൻ ഈ മാസം 26 വരെ സാവകാശം തേടി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് തിരക്കെന്ന് EDക്ക് വിശദീകരണം നൽകി. വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എബി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിശദീകരണത്തിൽ MM വർഗീസ് വിശദീകരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇനി എന്തായിരിക്കും EDയുടെ ഒരു തുടർ നീക്കങ്ങൾ? ലിബീഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സഹകരണ രീതിയിൽ തന്നെയായിരിക്കും തങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സൂചന MM വർഗീസ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. എന്തായാലും ഇന്ന് EDക്ക് അദ്ദേഹം രേഖാമൂലം തന്നെ ആ കത്ത് നൽകിയിരിക്കുന്നു. ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് 26-ാം തീയതി വരെ എന്തായാലും ഹാജരാകാൻ കഴിയില്ല എന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഈ നിലയ്ക്കുള്ള ചില സൂചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തനിക്ക് EDയുടെ ലെറ്റർ കിട്ടിയിട്ടില്ല എന്നുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. EDക്ക് താൻ രേഖാമൂലം കത്ത് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ കത്ത് ലഭിച്ചാൽ തന്നെ, ഏതെങ്കിലും തരത്തിൽ കത്ത് ലഭിച്ചാൽ തന്നെ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ പാർട്ടിയിൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്നൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള നിലപാടുമായി അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ED ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഈ രണ്ടാം ഘട്ട അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ മുതിർന്ന CPM നേതാക്കളിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തിക്കുക എന്നുള്ളൊരു നില, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനം എന്തായാലും EDക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്. ഈ കേസ് വേഗത്തിൽ കൊണ്ടുപോകാത്തത് എന്താണ് എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം PK ബിജു ഉൾപ്പെടെയുള്ള ആളുകൾക്കും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾക്ക്, പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് ED അന്വേഷണവുമായി വരുന്നു എന്നുള്ളത് തന്നെയാണ് സൂചന. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ MM വർഗീസ് നൽകിയിരിക്കുന്ന മറുപടിയിൽ ബാക്കി തുടർ നടപടികൾ, എന്തായാലും തുടർ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശദീകരണമാണ് EDയുടെ ഭാഗത്തുനിന്ന് ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് വരുന്നത്. എന്തായാലും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ED അവരുടെ നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ള ആ കാര്യത്തിൽ നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. ലിബീഷ്, ശരി എബി. കരുവന്നൂർ കേസിൽ EDക്ക് മുന്നിൽ ഹാജരാകാൻ ഈ മാസം 26 വരെ സാവകാശം തേടിയിരിക്കുകയാണ് CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. വിവരങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്.